സകലം രാധാകൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശ്രീമതി രാധാറാണിയുടെ മഹത്വത്തെക്കുറിച്ചും ശ്രേഷ്ഠതയിൽ ഒരു പൊന്തുകിൽ കൂടി വന്ന ഒരു കഥയാണ്. അതായത് ദ്വാരകയാണ് പശ്ചാത്തലം. അവിടെ നാരദരും ശ്രീരാധയും ഉണ്ടായിരുന്നു. രാധ ആ സമയം ബർസാനയിൽ നിന്നും വന്നിരിക്കുന്ന സമയമായിരുന്നു. കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അവസാനം ആ ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് രാധാറാണി അവിടേക്ക് വരുന്നത്. അപ്പൊ ഉണ്ടായ ഒരു സംഭവ കഥ, അതിമനോഹരമായിട്ടുള്ള ആ കഥ അരങ്ങേറുന്നത് ദ്വാരകയിൽ വെച്ചിട്ടാണ്. കേട്ടാലോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ 16 കലകൾക്ക് അധിപനാണെങ്കിൽ ശ്രീ രാധാറാണി 18 കലകൾക്ക്, അതായത് അഷ്ടദശ കലകൾക്ക് അധിപയാണ്. ഭഗവാനിൽ നിന്ന് ദേവിക്ക് അധികമായിട്ടുള്ള ഈ 2 കലകൾ പരാഭക്തിയും പ്രേമവുമാണ്. ഈ കഥ ശ്രീ രാധാറാണിയുടെ ദൈവികമായ പൂർണ്ണതയിലും പരാഭക്തിയുടെ മൂർത്തിരൂപത്തിലും സമർപ്പിക്കുന്നു. അന്നേ ദിവസം അശ്വമേധയാഗത്തിനു മുന്നോടിയായി ഭഗവാൻ ശ്രീകൃഷ്ണൻ 8 പത്നിമാരോടൊപ്പം ദർശനത്തിനായി കോവിലിലേക്ക് പോവുകയായിരുന്നു. കൂടെ നാരദനും ശ്രീരാധയും ഉണ്ടായിരുന്നു. നഗ്നപാതനായിരുന്നാൽ ഭഗവാന്റെ കാലിൽ ഒരു പറ്റം വിഷമുള്ളകൾ തറച്ചു കയറുകയും പത്നിമാർ ധൃതിപ്പെട്ട് ഭഗവാനെ ഒരു മരച്ചുവട്ടിലിരുത്തുകയും കൂടാതെ അവർ ഓരോരുത്തരായി വന്ന് ഭഗവാന്റെ കാലിലെ മുള്ളുകൾ വലിച്ചൂരി. അവസാന ഊഴം ശ്രീ രാധാദേവിയുടേതായിരുന്നു. ഞാൻ വരുന്നില്ല, എൻ്റെ ഊഴം നീ എടുത്തോളൂ എന്ന് രുക്മിണിയോട് പറഞ്ഞു. ഓരോ മുള്ളുകൾ വലിച്ചൂരുമ്പോഴും ശ്രീ രാധാദേവി അതിശക്തമായ ചുമയും ഒപ്പം വായിൽ നിന്ന് രക്തവും വരുന്നുണ്ടായിരുന്നു. ഇത് മറ്റാരും കാണാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതെന്തു കഥ? ശ്രീകൃഷ്ണനെ ഇത്രയധികം സ്നേഹിക്കുന്ന ശ്രീ രാധ മുള്ളെടുക്കുന്നില്ലല്ലോ. ഭഗവാന്റെ കഷ്ടകാല സമയത്ത് ഒന്നടുത്തിരുന്ന് ആശ്വസിപ്പിക്കാനും പോലും വരുന്നില്ലല്ലോ. അവർ അന്യോന്യം ശ്രീ രാധയെ കുറ്റം പറഞ്ഞു. എല്ലാവരും കൂടി താങ്ങിയാണ് ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണനെ നടത്തിച്ചത്. തിരികെ വരും വഴി ഭഗവാന്റെ ദീനം കലശലാവുകയും തലവേദന അസഹ്യമായി തീർന്നു. മരച്ചൂട്ടിൽ വിശ്രമിക്കുന്ന ശ്രീകൃഷ്ണൻ തൻ്റെ ഭാര്യമാരോടൊപ്പം ശ്രീരാധയെ പരതി. ദേവി അമ്പലത്തിൽ തന്നെ തങ്ങി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നുള്ള കാര്യം ഭഗവാൻ മനസ്സിലാക്കി. ഓരോ പത്നിമാരും മാറി മാറി ശുശ്രൂഷിക്കുകയും മരുന്ന് നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. ഭഗവാൻ തിരിയുന്നത് ശ്രീ രാധയാണെന്ന് മനസ്സിലാക്കിയ രുക്മിണി ദേവി രാധയെ പെട്ടെന്ന് ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. എല്ലാ റാണിമാരും ശ്രീരാധയെ ഭഗവാന്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ മാറിക്കൊടുത്തു. പക്ഷേ ശ്രീരാധ അകലം പാലിച്ചു നിൽക്കുന്നത് കണ്ട് നാരദർ ചോദിച്ചു, ശ്രീരാധെ, അവിടുന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ അകലം പാലിച്ചു നിൽക്കുന്നത്? ഇത് കേട്ട രാധാറാണി പറഞ്ഞു, ഞാൻ എവിടേക്കും പോകേണ്ട കാര്യമില്ല. ഭഗവാൻ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയും. പിന്നെ ആ ചരണസ്പർശം കൊണ്ട് കിട്ടുന്ന കോടി പുണ്യമാണെങ്കിൽ ഭാര്യമാർ തന്നെ എടുത്തോട്ടെ എന്ന് വെച്ചു. ഇത് കേട്ട് നാരദരുടെ ഹൃദയം ആർദ്രമായി കണ്ണീർ പൊടിഞ്ഞു. ഈ സമയം ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ തല വെട്ടിപ്പൊളിയുന്നുണ്ട്. നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ കാലടികളിലെ ചെളിമണ്ണെടുത്ത് എൻ്റെ നെറ്റിയിൽ പുരട്ടുന്നത്? ഇത് തന്നെയാണ് എൻ്റെ ദീനത്തിനുള്ള ചികിത്സയും. ഇത് കേട്ട് നിന്നവർ എല്ലാവരും ഞെട്ടി. കാരണം അങ്ങനെ ചെയ്യുന്നത് പാപവും നരകവും ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എവിടെയാണോ കളപം പൂശുന്നതും ആ തിരുനെറ്റിയിൽ ചെളി പുരട്ടുവാനോ ആ ഘോര പാപം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് നാരദരും പറഞ്ഞു. ഈ സമയത്ത് ശ്രീരാധ മുന്നോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് നരകം ലഭിക്കും. ഞങ്ങൾ എന്നേക്കുമായി വേർപിരിഞ്ഞു പോയേക്കാം. എത്ര കഠിനമായ അവസ്ഥയിലും എനിക്ക് സ്വീകാര്യമാണ്. പക്ഷേ എനിക്ക് എൻ്റെ കൃഷ്ണനെ ഇങ്ങനെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. തൻ്റെ കാലടികളിലെ മണ്ണ് എടുത്ത് ഭഗവാന്റെ നെറ്റിയിൽ പുരട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, പെട്ടെന്ന് ദീനം മാറുകയും ഭഗവാൻ പൂർവ്വസ്ഥിതിയിലെത്തുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, രാധയെ, നിന്റെ പരിശുദ്ധമായ പ്രണയം എൻ്റെ വേദനയെ ഇല്ലാതാക്കി തീർത്തു. ഏവരും സ്തബ്ധരായി നിന്നുപോയി. ഇത് കണ്ടു നിന്ന പത്നിമാർ ലജ്ജിച്ചു തല താഴ്ത്തി. നാരദർ ഈ സമയം മുന്നോട്ട് വന്ന് ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭഗവാനെ, താങ്കളുടെ എല്ലാ ഭാര്യമാരും സർവ്വഗുണസമ്പന്നരാണ്. എന്നാൽ ശ്രീ രാധാദേവിയുടെ പരാഭക്തി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടുകൂടി യാത്രയായി.